കണ്ണൂർ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പണ്ട് പഠിച്ച നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു ചെറിയ സംഗമമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ജീജ, ഗീത, ഹായ്, നിഷ, സ്വപ്ന, വഹീദ. ഇത് മെയിനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജീജ എന്ന ഫ്രണ്ടിന് വേണ്ടിയാണ്. പിന്നെ ഈ ഹോട്ടലുണ്ടല്ലോ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഹീദയുടെ ഹസ്ബൻഡിൻ്റെയാണ്. കണ്ണൂരിലെ ഒരു പ്രശസ്തമായ ഹോട്ടലാണ് ബീച്ച് റെസിഡൻസി. വളരെ സൗകര്യമുള്ള ഒരു ഹോട്ടലും കൂടിയാണിത്. ഇപ്പോൾ എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ രാവിലത്തെ ഒരു ചായ എല്ലാവരും സ്വന്തം ഉണ്ടാക്കി കുടിക്കുകയാണ്. ഓരോരുത്തരായി വരുന്നതേ ഉള്ളൂ. കൂടെ ഫൗസിയയുടെ കൊച്ചുമോളും. ഇപ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുക. കണ്ണൂരിൽ നിന്ന് പുറത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഈ ഹോട്ടൽ നിങ്ങൾക്ക് താമസത്തിനായി തിരഞ്ഞെടുക്കാം. അത്ര എക്കണോമിക്കാണ്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹോട്ടൽ ഉടമ വഹീദയാണ് ഇത്. ചെറിയൊരു പരിപാടിയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തി ജീജയാണ്. ജീജയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും ഇത്ര ചെറിയ ആൾക്കാരാണെങ്കിലും കൂടി എല്ലാവർക്കും സന്തോഷം, സ്വാഗതം എല്ലാം പറയുന്നത്. നമുക്ക് ഈ ചെറിയൊരു ടീമിനെ ഈ ഒരു ഉച്ചവരെ ഉള്ളൂ, ഫുഡ് കഴിച്ച സ്ഥലങ്ങളും. അപ്പോൾ ഓക്കെ, എല്ലാവരും എൻജോയ് ചെയ്യാം. സത്യത്തിൽ ഈ ഗെറ്റ് ടുഗദർ ഞങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്ന ജീജയ്ക്ക് വേണ്ടിയുള്ളതാണ്. വർഷങ്ങളായി അവൾ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് അവൾ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു നമ്മുടെ കൂടെ ഒത്തുചേരണമെന്ന്. അപ്പോൾ ഇന്നത്തെ വിശിഷ്ട വ്യക്തി ജീജയാണ്. ജീജ സ്പെഷ്യൽ ഗെറ്റ് ടുഗദറാണ് ഇത്. പിന്നെ 2 പെൺകുട്ടികൾ, 2 ഉപ്പ് വെക്കുന്ന ഒരാള് കല്യാണം കുഞ്ഞുമോളുണ്ട്. പിന്നെ അവള് ബിടെക്കാണ്, ഈസിയാണ്. ഇളയാള് CA ചേർത്തു, ഡ്രോപ്പ് ചെയ്ത് എം.കോം ലോജിസ്റ്റിക്സ്. 2 വർക്ക് ചെയ്യുന്ന ദുബായില്. ഹസ്ബൻഡ് അവിടെ പോയിട്ട് തന്നെയായിരുന്നു. നമ്മളെല്ലാം ഫാമിലി കുഞ്ഞുങ്ങളില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ പേര് ഹരീന്ദ്രനാണ്. ഹരിയേട്ടൻ പോയിട്ടായിരുന്നു. പിന്നെ കൊറോണ കാലത്ത് മോളെ കല്യാണം വന്നു. കല്യാണത്തിന് ഇങ്ങോട്ട് വന്നപ്പോഴും പിന്നെ ഹസ്ബൻഡിനെ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ ആളിവിടെ കോട്ടയം. പിന്നെ ഞാൻ ടെൻഷൻ പറഞ്ഞാൽ അവിടെ എനിക്ക് 2 മക്കളുണ്ട്. മോളുണ്ട്, മോനും പോയിട്ടാണ്. നമ്മളങ്ങനെ എല്ലാവരും അവിടെ പോയിട്ടാണല്ല, ഞാൻ കണ്ടെന്ന് വിചാരിച്ചാൽ പോയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ജോലി റിസൈൻ ചെയ്തിട്ട് കുഞ്ഞുങ്ങളിലേക്ക് പോവാണ്. ചെറിയ മോള് സ്കൂളിലേക്ക് ചേർന്നു. അപ്പോൾ അവൾക്ക് ആളെ വേണം പറഞ്ഞതുകൊണ്ട് ആളെന്ന് പറഞ്ഞിട്ട് എന്തായാലും അവൾക്ക് സ്കൂളിൽ ചെറിയ 1 o'clock ഇല്ലാന്ന് തോന്നില്ല. അവനെ 7:30 ആവട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ മോള് തനിച്ചാവും. അപ്പോൾ എന്തായാലും അമ്മ വാങ്ങി പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നിട്ട് ദുബായിലേക്ക് പോവാണ്. അവർ ഇല്ല, ഒരു ബില്യത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ളത് ഹസ്ബൻഡ് സ്വന്തം വീട്ടിൽ ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് ആള്. ഇപ്പോൾ ദുബായിലാകുമ്പോൾ നമ്മുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നിൽക്കും. കുഞ്ഞിനെ നോക്കിയിട്ട് കുഞ്ഞിനെ നോക്കി അങ്ങനെ. ഞാൻ അവിടെ പിന്നെ ഷിപ്പിംഗ് കമ്പനിയാണ് അക്കൗണ്ടൻ്റായിട്ട് പോയിട്ടുള്ളത്. ഞാൻ എംകോമാണ്. എസ് പ്രീമിയർ ബികോം പ്രീമിയറായിരുന്നു. പിന്നെ എന്താണ് കോളേജ് മലബാർ പള്ളിക്കുളായിരുന്നു. കോളേജ് ഓഫ് കോമേഴ്സിൻ്റെ അങ്ങനെയുള്ളൊരു അവിടെയായിരുന്നു. പിന്നെ ജെബിസിൻ്റെ അല്ല, അതുപോലെ ഒരു മാസ്റ്ററിൻ്റെ കോളേജ് ഓഫ് കോമേഴ്സ് തുടങ്ങി. അവർ അത് ബസ് സ്റ്റാൻഡിൽ പള്ളിക്കുളായിരുന്നു. അവിടെയാണ് നമുക്ക് കഴിഞ്ഞത്. അവിടെ പിന്നെ അങ്ങനെ നമുക്ക് റിട്ടയർമെന്റ് ഒന്നുമില്ല. നമുക്ക് തോന്നുന്നപ്പോഴാണ് റിട്ടയർ ചെയ്ത്. അതിന് വലിയ രസം നമ്മൾ ആ പോകുന്ന സമയത്ത് നമുക്ക്
പിന്നെ ഇത് ചെയ്യണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊന്നുമില്ല. പിന്നെ അവർ ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ പിന്നെ കൂടി വന്നു അതിൻ്റെ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ 60 years ആകുമ്പോൾ 60 yearsലുള്ള ആൾക്കാരെ എല്ലാവരും പറഞ്ഞു വിടാന്നുള്ള ആ ഒരു തോന്നി. അപ്പോൾ അങ്ങനത്തെ ഡിഗ്രി അങ്ങനെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞു പഠിക്കുക അങ്ങനെ എന്താണ് തോന്നി കാര്യങ്ങളൊക്കെ അവർക്ക് എക്സാം എഴുതിയിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഈ 60th ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ അക്കൗണ്ടൻസി എക്സാം എഴുതിയിട്ടാണ് രണ്ടാമതും അവിടെ ജയിക്കാൻ വേണ്ടി എക്സാം എഴുതി. അത് ആ കോളേജിൻ്റെ ഒരു ഇതായിരുന്നു. കാര്യം കോളേജിൻ്റെ ഓർമ്മകളെല്ലാം എക്സാം ശരിക്കും സെയിം എക്സാം ഹോളിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ കുറേ പോയിട്ടുള്ളത് ഉണ്ട് നമ്മൾ എഴുതിക്കോളാം. അവിടെ എന്താണെന്നല്ല അങ്ങനെ ആ ഒരു നമ്മൾ എക്സാം എഴുതി അത് പാസ്സായി ഡിസൈഡ് ചെന്നു. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മുടെ കമ്പനിയുടെ ഇതുപോലെ കമ്പനി എന്തെങ്കിലും അതിനനുസരിച്ച് കമ്പനി ഇങ്ങനെ അടിച്ചു തരാൻ ചെയ്യാറ്. അങ്ങനെ അവിടെ റിസൈൻ ചെയ്തു. ക്ലാസ് 10% ആയിരുന്നു. അതാണ് എൻ്റെ ലൈഫ്. അല്ലല്ല നമ്മളിത് രണ്ടുപേരുമാണ്. ഗ്യാങ്ങാണ്. കഴിവൂനൊക്കെ നന്നായിട്ട് രാവിലെ ഓട്ടോ കണ്ടപ്പോൾ ആൾക്കാർ വലുതായി പ്രായമായി മോളോട് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും കളിക്കാൻ അതുപോലെയല്ല മോന് ഹസ്ബൻഡോ രണ്ടുപേരും ബാംഗ്ലൂരിലാണ്. ഇപ്പൊ രണ്ടുപേരും ബാംഗ്ലൂരിലാണ്. വേറെ പറയാണ് മോള് ഹോസ്റ്റലിൽ വലിയ ആള് ക്വാർട്ടേഴ്സിലാണ്. വലിയ രാജു ഞാനും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സിസ്റ്റർ ഉണ്ട് കല്യാണം. അവരും കൂടെ ഈ പയ്യാമ്പലം അടുത്ത് തന്നെയാണ്. സ്വപ്നന്റെ വീട്ടിന്റെ മുമ്പിലോട്ട് പോയതോ ആരുമില്ല. വീട് ബ്രദറും മോളിൽ താമസിക്കുന്നു. ആ ബ്രദറും വൈഫും അവര് 2 പെൺകുട്ടികളും അവരെ മക്കളും എല്ലായിട്ട് ഇങ്ങനെ വന്നും പോയെല്ലാം താഴെ അവരെ മറ്റേ ബ്രദർ സിസ്റ്റേഴ്സിനാണ് താഴെ. സിസ്റ്റർ എല്ലാം കൂടി പാർട്ടീഷനായിട്ട് സിസ്റ്റേഴ്സ് നോക്കൂല. ആരും ഇല്ല ഇപ്പൊ നാട്ടില്. അവര് നമ്പ്യാർ ബാക്കി സിസ്റ്റേഴ്സ് 2 പേരെല്ലാം മരിച്ചു. വലിയ 2 സിസ്റ്റർ ഉണ്ട്. അത് വെങ്ങാനാണ്. ആരില്ല ഇപ്പോൾ. അത് വല്ലപ്പോഴും ഇങ്ങനെ നാട്ടിൽ വന്നാൽ മാത്രമേ കോഴിക്കോടാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. 2 മക്കള് പെൺകുട്ടികള് 2പേരും കല്യാണം ഒരാൾ എറണാകുളം ഒരാൾ കോഴിക്കോട് തന്നെ. ഹസ്ബൻഡും ഞാനും ബാങ്കിലായിരുന്നു. 2പേരും റിട്ടയർ ചെയ്ത് സുഖം സ്വസ്ഥം. രാവിലെ ഏത് ട്രെയിനാ വന്നേ? ഒരാൾ ഡെന്റിസ്റ്റും ഒരാൾ ഗൈനക്കോളജിസ്റ്റും. കല്യാണം കഴിഞ്ഞാൽ 2പേരും അവര് എഞ്ചിനീയർ ഫീൽഡാണ്. ഡോക്ടേഴ്സ് വേണ്ടെന്ന് ടെസ്റ്റ് ചെയ്യില്ല. ജോയ്സ് കുറച്ചുകൂടി അപ്പുറം. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. ഹസ്ബൻഡ് കുടകിലാണ് ജോലി ചെയ്യുന്നത്.
ജ്വല്ലറിയിൽ മാനേജറായിട്ട്. പിന്നെ മോളും ഭർത്താവും കുറ്റിയാടിയാണ്. മോളെ ഭർത്താവാണ് കുറ്റിയാടിയിലൊരു ഷോപ്പിൽ മാനേജറായിട്ട്. പിന്നെ മോളെ മക്കളും ഞാനും മോള് മുട്ട മോള് മുമ്പിലേക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ മോള് പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. നമ്മൾ മൂന്നാളെ വീട്ടിലുള്ള ഒരു മോള്, രണ്ട് മോളും ഒരു മോനും. അങ്ങനെ മോൻ ഖത്തറില്ല, മോന് രണ്ട് ഒരു ഫാമിലി ആയിട്ടുണ്ട്. ഇല്ല, മോളിപ്പോൾ നാട്ടിലുണ്ട്. ഓക്കെ. ഫൗസിൻ്റെ പൗത്രിയും കൂടിയുണ്ട്. അവളാണ് ഇപ്പോൾ കുറച്ച് നേരം വീഡിയോ എല്ലാം എടുത്ത് എന്നെ സഹായിച്ചത്. അവളിപ്പോൾ എന്താ ചെയ്യുന്ന മോളെ? പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുഞ്ഞുമോളാ. അപ്പോൾ നമ്മളെ വയസ്സന്മാരുടെ കൂട്ടത്തിൽ കൂടിയതിന് താങ്ക്സ് കേട്ടോ. ഒരു പരദൂഷണെങ്കിലും പറ. പരദൂഷണം അങ്ങനെ ആക്കണം കേട്ടോ. എന്താ പറയണ്ടേ? എല്ലാവരും പറയില്ലല്ലേ? അല്ല, ജീജൊക്കെ അറിയപ്പോ പണ്ട് ഞാനൊരു പുലിയായിരുന്നു പറയും. ഗൈഡ്സിന്റെ ലീഡറാണ്. എനിക്കൊരു മോള്, മോക്ക് രണ്ട് മക്കളെ പഠിപ്പിച്ച ടീച്ചറാണിത്. ഇത് നമ്മുടെ ശ്രീകല. അവൾക്ക് മുട്ടിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ്, പക്ഷേ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ശ്രീകല സത്യത്തിൽ ഡാൻസറാണ്. ഇപ്പോൾ തിരുവാതിര കളിയും ഡാൻസുമായി അങ്ങനെ പോകുന്നു. ഞാൻ പ്രത്യേകിച്ച് വന്നത് ഇത്രയും കാര്യമായിട്ട് വന്നിട്ട് തിരക്കുണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ചിട്ട് ശ്രീകലയ്ക്ക് തൊട്ടടുത്തിരിക്കുന്നത് മിനിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അവളായിരുന്നു ഭരതനാട്യം, മോഹിനിയാട്ടം, ഇതിനെല്ലാം അവളായിരുന്നു മെയിൻ ഡാൻസർ. ഇപ്പോൾ സാധാരണ വീട്ടമ്മയാണ്. എന്നാൽ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വരാറുണ്ട്. എല്ലാവരും ഇഷ്ടം പോലെ സംസാരിച്ചു. ഇനി ലഞ്ചിനുള്ള സമയമാണ്. നല്ല ബിരിയാണിയും നല്ല സാലഡും എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. മനോഹരമായ ഔട്ട്ഡോർ സീനാണ് ഈ കാണുന്നത്. ഈ ഹോട്ടലിന് അത്രയും ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയം ജോലിൻ്റെ വീട്ടിൽ അമ്മയുള്ള ജോലിൻ്റെ വീട്ടിൽ പടിയാണ്. ജോലിൻ്റെ അമ്മ നിൽക്കുന്നു ഇവിടെ. എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കും. കാര്യം
വെൽക്കം തായറ. വാ വാ വാ, ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. എന്തായാലും ഇതാണ് താഹിറ. അവൾക്ക് സ്വന്തമായൊരു ബ്യൂട്ടി പാർലറുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് എത്താൻ വൈകിപ്പോയി. ഇപ്പം നമ്മളെല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അവൾ എത്തിയത്. ഇപ്പോൾ അവൾ ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇനി ഫോട്ടോഷൂട്ടാണ്. എല്ലാവരും ഹാപ്പി ആയിരുന്ന്. എല്ലാവർക്കും ഇത്ര 10 പേരേ ഉള്ളൂ എങ്കിലും കൂടെ ഭയങ്കര രസമുള്ളൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഇത് നമ്മുടെ ഓർമ്മയിൽ വെക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുറേ പേരുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ. നമ്മുടെ സ്കൂളിൽ പഠിച്ച എല്ലാവരുമാണ്. ഇപ്പോൾ ഒരു 50 പേരോളം ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മളെല്ലാം വളരെ ഹാപ്പിയാണ്. ഓരോ ഗെറ്റ് ടുഗദർ കഴിയുമ്പോഴും നമുക്ക് സന്തോഷവും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് തന്നെ 3-4 വർഷമായി. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും സന്തോഷത്തോടെ യാതൊരു പ്രശ്നവുമില്ലാതെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. മാത്രമല്ല നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ച് കൂടുകയും അത് സോൾവ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്യുന്നു. ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മുടെ കൂടെ പഠിച്ച നസ്രീൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അവളുടെ ഉമ്മക്ക് അസുഖമായതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും അവളുടെ വീട്ടിലേക്ക് പോയി. ഇതാണ് നസ്രീൻ. നസ്രീൻ കോളേജിൽ പ്രൊഫസറായാണ് റിട്ടയർ ചെയ്തത്. ഒരു പാവം കുട്ടിയാണ്. ഇപ്പോൾ അവൾക്ക് സന്തോഷമായി നമ്മൾ പോയപ്പോൾ. അങ്ങനെ നമ്മുടെ ഗെറ്റ് ടുഗദർ അവസാനിച്ചു. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.